എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. സേമിയ പായസം എല്ലാവരും സാധാരണ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ കൂടുതൽ ടേസ്റ്റി ആക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇതിന് മുൻപുള്ള സേമിയ പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് സേമിയാണ്. ഇത് വറുത്ത പാക്കറ്റിൽ വാങ്ങുന്ന സേമിയാണ്. വറക്കാത്തതാണെങ്കിൽ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വറക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വറുത്തതാണെങ്കിൽ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത സേമിയ ആണെങ്കിൽ ഒരുപാട് ഇളക്കരുത്, അതങ്ങ് കരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കട്ടിപ്പാലാണ്, പാടയൊന്നും നീക്കാത്ത പച്ചപ്പാലാണ്. അപ്പോൾ ഈ ഒരു പാല് മാത്രമല്ല, നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു സേമിയ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വരെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സേമിയയും പാലും എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് വേവണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. സേമിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഒന്ന് മാറ്റി വെക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മാറ്റി വെക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് താഴെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാമെന്നാണ് മധുരം പോലെ. അപ്പോൾ ഈ സേമിയ വെന്ത് കഴിഞ്ഞിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ സേമിയ കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇനി ഇതിൽ കുറച്ച് നെയ്യ് കിടപ്പുണ്ട്. ഈ നെയ്യിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ സേമിയ പോലെ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് സേമിയ പായസം എല്ലാവരും തയ്യാറാക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ ഈ ഒരു സേമിയ പായസത്തിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റ് ചുമ്മാ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടിടുമ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ ഏത് പായസമായാലും നമ്മൾ ഫ്രൂട്ട് പായസം ചെയ്യുമ്പോൾ, ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ പായസം ചെയ്യുമ്പോൾ ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടും ഈ ഒരു സേമിയ പായസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കണം. അതും ഇതുപോലെ നെയ്യിൽ വഴറ്റിയിട്ടാണ് നമ്മൾ സേമിയ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇതേപോലെ തന്നെ നമുക്കിതിൽ ചേർക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചവ്വരി, അതായത് സാഗോ സീഡ്സ് എന്ന് പറയും. കുറച്ച് ആൾക്കാർക്ക് ചവ്വരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത്ര ക്ലിയർ അല്ല. അപ്പം സാബുനരി എന്ന് പറയും. വെള്ള കളറിൽ ചെറിയ ചെറിയ ഉണ്ടകളാണ്. അത് നമ്മുടെ കപ്പയുടെ പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പായസം കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും. ഞാനതിൽ ചവ്വരിയും അതുപോലെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ അവസാനം നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ആ പായസത്തിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഏത് മധുരത്തിൻ്റെ റെസിപ്പി ചെയ്യുമ്പോഴും 1 നുള്ളു ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന
അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. കൊച്ചുമക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ക്യാരറ്റും ആ സേമിയയും ഒരേപോലെ നമ്മൾ ആ ഒരു ഇതിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രസമാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓറഞ്ച് കളറിൽ കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ മെയിൽ ഐ ഡിയിലേക്കോ സെൻഡ് ചെയ്ത് തരിക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്